Hi dears, welcome back to Mayflower. Today we are discussing the poem The Raven by Edgar Allan Poe. Edgar Allan Poe എഴുതിയ The Raven എന്ന കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. Edgar Allan Poe is also known as Edgar A. Perry, is an American poet and short story writer. Edgar Allan Poe അദ്ദേഹത്തെ എഡ്ഗാർ എ പെരി എന്നും അറിയപ്പെടുന്നു. അദ്ദേഹം വളരെ ശ്രേഷ്ഠനായ അമേരിക്കൻ പോയറ്റാണ്, അതേപോലെ തന്നെ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. ദ രാവൻ ഇസ് എ പോം പബ്ലിഷ്ഡ് ഇൻ 1845. 1845 ദ രാവൻ എന്ന ഈ കവിത പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് മെയ്ഡ് ഹിം വെരി പോപ്പുലർ. ഈ കവിത അദ്ദേഹത്തെ വളരെ പ്രശസ്തനാക്കി മാറ്റിയ ഒരു കവിതയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ കളക്ഷൻ ദ രാവൻ ആൻഡ് അതർ പോംസ്. ഈ കവിത ഉൾപ്പെട്ട കളക്ഷൻ ദ രാവൻ ആൻഡ് അതർ പോംസ് എന്ന ആന്തോളജിയിൽ ഉൾപ്പെട്ട കവിതയാണ് ഈ കവിത. ആൻഡ് ദി പോം ഇസ് എ മെലങ്കലിക് ഇൻവൊക്കേഷൻ ഓഫ് ലോസ്റ്റ് ലവ്. ഒരു നഷ്ടപ്രണയത്തിന്റെ ഒരു കവിതയാണ് ഈ രാവൻ എന്ന കവിത. ആൻഡ് ഇറ്റ് ഈസ് എ ഗോത്തിക് നരേറ്റീവ് പോം. ഒരു ഗോത്തിക് സ്റ്റൈൽ ആണ് ഇതിനകത്ത്. ഗോത്തിക് മീൻസ് ഇൻഫ്ലുവൻസ് ഓഫ് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ആൻഡ് ഫിയർ. ഒരു മിക്സിംഗ് നമുക്ക് കാണാൻ സാധിക്കും. ഗോത്തിക് എലമെന്റ്സ് എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഉണ്ടാകും അതില്. അതേപോലെ തന്നെ പേടി, മിസ്റ്റീരിയസ് ആയിരിക്കും. അത് മിസ്റ്റീരിയസ്, ഒരു മിസ്റ്ററി നിറഞ്ഞതായിരിക്കും. അങ്ങനെയുള്ള എലമെന്റ്സ് ഉൾപ്പെടുത്തിയ വർക്കിനാണ് ഗോത്തിക് വർക്ക്സ് എന്ന് അറിയപ്പെടുന്നത്. ഇത് ഗോത്തിക് നരേറ്റീവ് സ്റ്റൈലിലാണ് ഈ കവിത എഴുതപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ഓൺ എ സ്റ്റോമി ഡിസംബർ മിഡ് നൈറ്റ് എ ഗ്രീവിംഗ് സ്റ്റുഡന്റ് ഈസ് വിസിറ്റഡ് ബൈ എ രാവൻ who speaks only nevermore. ഇതിന്റെ സെറ്റിങ് ഡിസംബർ മാസമാണ്. ഡിസംബറിലെ ഒരു മിഡ് നൈറ്റ് ആണ്. ആ രാത്രിയില് ഇതിലെ നരേറ്റർ എന്ന് പറയുന്നത് ഈസ് എ സ്റ്റുഡന്റ്, ഒരു കുട്ടിയാണ്, യുവാവായ ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ ഒരു റാവൻ വിസിറ്റ് ചെയ്യുന്നു രാത്രിയിൽ. റാവൻ മീൻസ് നമ്മുടെ ബെലിക്കാക്കയെ പോലെയുള്ള ഒരു ഒരു ബേർഡ്, ഒരു പക്ഷി. ബെലിക്കാക്കയുടെ ഏകദേശ രൂപമുള്ള ഒരു പക്ഷി, ഒരു കാക്ക. അത് നമ്മുടെ നരേറ്റർ നമ്മൾ പറഞ്ഞു ഹി ഈസ് എ സ്റ്റുഡന്റ് ആൻഡ് ഹി ഈസ് ലമന്റിങ് ഓൺ ഹിസ് ലോസ്റ്റ് ലവ്. അദ്ദേഹത്തിന്റെ കാമുകി മരിച്ചുപോയി. ലെനോർ എന്നാണ് കാമുകിയുടെ പേര്. ആ മരിച്ചുപോയ കാമുകിയെ ഓർത്ത് വിഷമിക്കുന്ന കുട്ടിയുടെ അടുത്തേക്കാണ് റാവൻ വരുന്നത്. ആൻഡ് ദിസ് റാവൻ സ്പീക്സ് ഓൺലി നെവർ മോർ. നെവർ മോർ എന്ന വാക്ക് മാത്രമാണ് ഈ രാവൻ സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ഗോത്തിക് എലമെന്റ്സ് കാണാൻ സാധിക്കും. ആൻഡ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ദ റാവൻ. റാവൻ എന്നുള്ളത് ദ ബേർഡ് ഈസ് സ്പീക്കിംഗ് നെവർ മോർ. നെവർ മോർ എന്ന് നമ്മൾ തത്തയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച പോലെ, തത്തമ്മ പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ തത്തമ്മ പറയുന്ന പോലെ ഈ പക്ഷിയും നെവർ മോർ എന്ന വാക്ക് മാത്രമാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് എക്കോസ് ലെനോർ. ലെനോർ എന്ന പേര്, ഈ നെവർ മോർ എന്ന ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ സ്പീക്കർ അദ്ദേഹം ഓർക്കുന്നത് തന്റെ കാമുകിയായ ലെനോറിനെയാണ്. സോ ദ വേർഡ് നെവർ മോർ എക്കോസ് ലെനോർ. ആൻഡ് ദ സ്റ്റുഡന്റ് ലെമൻസ് ഓഫ് ഹിസ് ലോസ്റ്റ് ലവ് ലെനോർ ആൻഡ് ദ റാവൻ ends his repetition of the word reveals the student's fear and longing. ഈ നെവർ മോർ എന്ന ഈ കാക്കയുടെ, ഈ റാവന്റെ സംസാരം കേൾക്കുന്ന സമയത്ത് ഈ സ്റ്റുഡന്റ് he is longing for his beloved Lenore. തന്റെ കാമുകിയായ ലെനോറിനെ അവൻ ഓർക്കുന്നു. ഇതാണ് ഇതിന്റെ ആ ഒരു സെറ്റിംഗ്, ഇതാണ് അതിന്റെ കഥ. ആൻഡ് ദ റാവൻ കൺസിസ്റ്റ് ഓഫ് 18 stanzas having 6 lines in each stanzas. 18 സ്റ്റാൻസകളാണുള്ളത്. ഓരോ സ്റ്റാൻസയിലും 6 വരിയുള്ള 18 സ്റ്റാൻസകൾ ഉൾക്കൊള്ളുന്ന ഒരു കവിതയാണ്. ഇറ്റ്സ് എ ലോങ് പോം. And the first 5 lines are in trochaic octameter and the 6th line is in trochaic tetrameter and the rhyme scheme is ABCBBB. ഇതിന്റെ റൈം സ്കീം ABCBBB എന്ന സ്കീമിലാണ് ഈ കവിത എഴുതപ്പെട്ടത്. When the poem was written, the poet's wife Virginia was seriously affected with tuberculosis and so the narrator's lost love represents വെർജീനിയ ഹെർസെൽഫ്. ഈ കവിത എഴുതുന്ന സമയത്ത് എഡ്ഗർ അലൻ പോയുടെ ഭാര്യ വെർജീനിയ, അവര് TB ബാധിച്ച്, ട്യൂബർകുലോസിസ് ബാധിച്ച് സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു. ഈ സമയത്താണ് ഈ കവിത എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ കാമുകി, നമ്മുടെ നരേറ്ററുടെ കാമുകി ലെനോർ എന്ന കാമുകി
വെർജീനിയ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. When the poem begins, the poet was reading a book, ഒരു ഫോക്ക്ലോർ, ഓൾഡ് ഫോക്ക്ലോർ വായിക്കുകയാണ് അദ്ദേഹം. ആൻഡ് ഹി ഫോൾസ് asleep. അങ്ങനെ വായിക്കുന്ന ഈ നരേറ്റർ, അദ്ദേഹം ഈ പുസ്തകങ്ങൾ വായിക്കുന്നത് ഇൻ ഓർഡർ ടു ഹൈഡ് ഹിസ് ഗ്രീഫ്, അദ്ദേഹത്തിന്റെ ദുഃഖം മറക്കാനാണ്. അതായത് ആ ദുഃഖം എന്ന് പറയുന്നത് ദ ലോസ്റ്റ് ഓഫ് ഹിസ് ലവ് ഓർ ഹിസ് ബിലവഡ്, തന്റെ ബിലവഡിന്റെ, തന്റെ ലെനോർ എന്ന കാമുകിയുടെ നഷ്ടം മറയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വായനയിൽ ഏർപ്പെടുന്നു. അങ്ങനെ വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം ഉറങ്ങിപ്പോകുന്നു. ആൻഡ് ഹി ഹിയേഴ്സ് എ നോക്ക് അറ്റ് ദി ഡോർ. ഈ സമയത്ത് അദ്ദേഹം വാതിൽ ഒരു മുട്ട് വെക്കുന്നു. നമ്മൾ പറഞ്ഞു ദ സെറ്റിംഗ് ഓർ ദ ടൈം ഈസ് ഡിസംബർ മിഡ് നൈറ്റ് ആണ്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഹി ഹിയേഴ്സ് എ നോക്കിംഗ് അറ്റ് ദ ഡോർ ബട്ട് കനോട്ട് സീ എനിവൺ. ഡോറിൽ മുട്ട് വെക്കുന്നു, പക്ഷേ ആരും തന്നെ ഇല്ല. ആൻഡ് ഹി ഹിയേഴ്സ് ദ നോക്കിംഗ് എഗെയിൻ ആൻഡ് ഇറ്റ് ഈസ് അറ്റ് ദി വിൻഡോ. വീണ്ടും ആ മുട്ടൽ കേൾക്കുന്നു. അത് ഇപ്രാവശ്യം ആദ്യം ഡോറിലായിരുന്നു, ഇപ്രാവശ്യം ജനലിലാണ് മുട്ടുന്നത്. ആൻഡ് ഹി ഓപ്പൺസ് ഇറ്റ്. ആ ഡോറ്, ജനലിന്റെ ഡോർ അദ്ദേഹം തുറക്കുന്നു. Then a raven flies into the room and perches in the bust of Pallas Athena. It is the statue of Greek goddess. ഈ സമയത്ത് അദ്ദേഹം ജനൽ തുറക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്നൊരു കാക്ക പറന്നു വരുന്നു, ഒരു രാവൻ പറന്നു വന്ന് അവിടെയുള്ള ഒരു അഥീന ദേവിയുടെ സ്റ്റാച്യു ഉണ്ട്, അതിന്റെ മുകളിൽ കയറിയിരുന്നു. ആൻഡ് അഥീന ഇസ് ദി ഗ്രീക്ക് ഗോഡസ് ഓഫ് വിസ്ഡം. അഥീന ദേവി ഗ്രീക്ക് ഗോഡസ് ഓഫ് വിസ്ഡം, ബുദ്ധിയുടെ ദേവതയാണ്. ആൻഡ് ഷീ ഈസ് ഓൾസോ ദ ഗാർഡിയൻ ഓഫ് ഏഥൻസ്. ഏഥൻസിന്റെ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്ത ദേവതയാണ്. അതേപോലെ തന്നെ ഗോഡസ് ഓഫ് വിസ്ഡം, ആ അഥീന ദേവിയുടെ സ്റ്റാച്യുവിന്റെ മുകളിലാണ് ഈ രാവൻ ഇരിക്കുന്നത്. ഇൻ ദിസ് poem we can see the themes of death and loss and its effect on the living persons. മരണം, അതേപോലെ തന്നെ നഷ്ടം, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഈ മരണം വരുത്തിയ ആഘാതം എത്രത്തോളമാണ് എന്ന് നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു ദ പോയറ്റ് ഈസ് റീഡിങ് ആൻ ഓൾഡ് ഫോക്ക്ലോർ ആൻഡ് ഹി ഈസ് ഇൻ ക്ലോസ്ഡ് ചേംബർ. ഒരു ക്ലോസ്ഡ് ചേംബർ, അടയ്ക്കപ്പെട്ട മുറിയിലാണ്. ആൻഡ് ദിസ് ക്ലോസ്ഡ് ചേംബർ symbolizes the poet's weakness and his fear to open up to the outer world. ഇവിടെ അദ്ദേഹം ഒരു ക്ലോസ്ഡ് ചേംബറിലാണെന്ന് പറഞ്ഞു. ആ ക്ലോസ്ഡ് ചേംബർ ഒരു സിമ്പലാണ്. ആ സിമ്പൽ കാണിക്കുന്നത് ദ പോയറ്റ്സ് വീക്ക്നെസ്, കവിയുടെ ആ ഒരു ദൗർബല്യമാണ്. ആൻഡ് ഹിസ് ഫിയർ ടു ഓപ്പൺ അപ്പ് ടു ദ ഔട്ടർ വേൾഡ്, പുറലോകവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ കാമുകി നഷ്ടപ്പെട്ടു. ആ നഷ്ടത്തിൽ ഒതുങ്ങി അദ്ദേഹം ജീവിക്കുകയാണ്. സോ ഇറ്റ് ഷോസ് ഹിസ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഓൾസോ. അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതേപോലെ തന്നെ തന്റെ ഒറ്റപ്പെടൽ, ഐസൊലേഷൻ, ഇതൊക്കെയാണ് ആ ക്ലോസ്ഡ് ചേംബർ എന്ന സിമ്പലിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് നമ്മൾ പറഞ്ഞു ഹി ലോസ്റ്റ് ഹിസ് ലേഡി ലവ് ലെനോർ എന്ന ആ ഒരു കാമുകിയെ നഷ്ടപ്പെടുന്നു. And when he sees the raven, he thinks that it is from Lenore. ഈ രാവൻ അദ്ദേഹത്തിനടുത്തേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ചിന്തിക്കുന്നത് തൻ്റെ അടുത്തേക്ക് തൻ്റെ കാമുകിയായ ലെനോർ പക്ഷിയുടെ രൂപത്തിൽ വരുന്നു എന്നാണ്. നമ്മളുടെ വിശ്വാസമുണ്ട്, മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പക്ഷിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവികളുടെ രൂപത്തിൽ പുനർജന്മം എടുത്തു വരാം എന്ന വിശ്വാസം. അതും ഒരു പക്ഷേ ഇങ്ങനെ ആ ഒരു തീമിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് അദ്ദേഹം ആദ്യം ചിന്തിക്കുന്നത് തന്റെ കാമുകി ഒരു പക്ഷിയുടെ രൂപത്തിൽ തന്റെ അടുത്ത് വന്നു എന്നാണ്. തേർഡ് സ്റ്റാൻസ we can see purple curtains that symbolize the healing wounds of the narrator from the grief. ഇവിടെ മൂന്നാമത്തെ സ്റ്റാൻസയില് പർപ്പിൾ കേർട്ടൻസ് നമുക്ക് കാണാൻ സാധിക്കും. അത് കാണിക്കുന്നത്, പർപ്പിൾ കളർ കാണിക്കുന്നത് ദ ഹീലിംഗ് വൂൺസ് ഓഫ് ദ പോയറ്റ് അല്ലെങ്കിൽ ദ നരേറ്റർ തന്റെ ആഘാതത്തിൽ നിന്ന്, ആ വേദനയിൽ നിന്ന് മോചിതനായി വരുന്നു എന്നതിന്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് പർപ്പിൾ കളേർഡ് കർട്ടൻസ് ഇൻ ദ തേർഡ് സ്റ്റാൻസ. Then the poet sits in front of the raven which made him curious and amazed. ഈ പക്ഷി, സംസാരിക്കുന്ന പക്ഷി, നെവർ മോർ എന്ന് സംസാരിക്കുന്ന ഈ പക്ഷിയുടെ അടുത്തേക്ക് പോയറ്റ് അല്ലെങ്കിൽ നമ്മുടെ നരേറ്റർ കസേര ഇട്ട് അവിടെ ഇരിക്കുന്നു. ആൻഡ് this bird made him curious and amazed.
അദ്ദേഹത്തെ അതിശയിപ്പിക്കുന്നു ഈ പക്ഷി. അതോടൊപ്പം തന്നെ ആകാംക്ഷ ഉണ്ടാക്കുന്നു. കാരണം ആദ്യമായിട്ടാണ് ഒരു പക്ഷി സംസാരിക്കുന്നത് അദ്ദേഹം കേൾക്കുന്നതും കാണുന്നതും. ആ ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഇത് കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിശയം തോന്നുന്നു. ആൻഡ് ഹി തിങ്സ് ദാറ്റ് ദ സ്പീക്കിംഗ് രാവൻ വിൽ ഡിസേർട്ട് ഹിം ജസ്റ്റ് ലൈക്ക് ഹിസ് അതർ ഫ്രണ്ട്സ്. അങ്ങനെ അദ്ദേഹം ഈ പക്ഷിയിൽ അദ്ദേഹം ആകൃഷ്ടനാകുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് പെട്ടെന്നൊരു പേടി ഉണ്ടാകുന്നു. കാരണം തന്റെ മറ്റു സുഹൃത്തുക്കളെ പോലെ തന്നെ ഉപേക്ഷിക്കും, ഈ പക്ഷിയും തന്നെ വിട്ടു പോകും എന്ന് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് സങ്കടം തോന്നുന്നു, ഒരു പേടി തോന്നുന്നു. ആൻഡ് ദ രാവൻ സ്പീക്സ് ഓൺലി നെവർ മോർ. നെവർ മോർ എന്ന് മാത്രമാണ് പോയിട്ട് എന്ത് ചോദിച്ചാലും നെവർ മോർ എന്ന് മാത്രമാണ് ആ പക്ഷി സംസാരിക്കുന്നത്, തിരിച്ചു മറുപടി പറയുന്നത്. The poet thinks that the raven can understand the poet's heart and he can see his heart with his fairy eyes. കവി ചിന്തിക്കുന്നത് രാവന് തന്റെ ഹൃദയം കാണാൻ സാധിക്കും, അത് ആ കണ്ണുകളിലൂടെ തന്റെ ഹൃദയം കാണാൻ സാധിക്കും എന്ന് കവി ചിന്തിക്കുന്നു. And the poet also thinks that the bird came to comfort him from his grief. ആദ്യം തന്റെ കാമുകിയാണ്, തന്റെ കാമുകിയുടെ അടുത്ത് നിന്ന് വന്നതാണെന്നൊക്കെ ചിന്തിക്കുന്നു. പിന്നീട് അദ്ദേഹം ചിന്തിക്കുന്നത് ഈ പക്ഷി തന്റെ ദുഃഖത്തിൽ തന്നെ ആശ്വസിപ്പിക്കാൻ വന്നതാണ് എന്ന് ചിന്തിക്കുന്നു. ആൻഡ് ദ പോയറ്റ് ആസ്ക്സ് ദിസ് ബേർഡ് വെദർ ഇറ്റ് സീസ് ഹിസ് ലെനോവോ ഇൻ ഹെവൻ. അങ്ങനെ ഈ പക്ഷി തന്നെ ആശ്വസിപ്പിക്കാൻ സ്വർഗത്തിൽ നിന്ന് വന്നതാണ് എന്ന് ചിന്തിക്കുന്ന കവി ഈ പക്ഷിയോട് ചോദിക്കുന്നു, നീ എന്റെ ലെനോവറിനെ അവിടെ എവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുന്നു. ആൻഡ് ടു ദിസ് ഓൾസോ ദ ബേർഡ് സേസ് നെവർ മോർ. ഈ ഒരു ചോദ്യത്തിനും മറുപടിയായിട്ട് നെവർ മോർ എന്നാണ് ഈ പക്ഷി പറയുന്നത്. ആൻഡ് ദ പോയറ്റ് നൗ ബിക്കംസ് ആംഗ്രി ആൻഡ് ഫ്യൂരിയസ്. ഈ സമയത്ത് എന്ത് ചോദിച്ചാലും നെവർ മോർ എന്ന് പറയുന്ന ഈ പക്ഷിയോട് കവിക്ക് ദേഷ്യം തോന്നുന്നു. ആൻഡ് ഹി കോൾസ് ദിസ് ബേർഡ് ഈവിൾ ബേർഡ് ആൻഡ് എ പ്രൊഫറ്റ്. കവി ദേഷ്യം കൊണ്ട് അതിനെ വിളിക്കുന്നത് ഈവിൾ ബേർഡ് എന്നാണ്, ദുഷ്ട പക്ഷി എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ ആൻഡ് എ പ്രൊഫറ്റ്. ആൻഡ് ദ പോയറ്റ് ദെൻ സേസ് ഗോ ബാക്ക് ടു ദ ടെമ്പസ്റ്റ് ആൻഡ് ദ നൈറ്റ്സ് പ്ലൂട്ടോണിക്കൻ ഷോർ. കവി അവസാനം പറയുന്നു, ഗെറ്റ് ബാക്ക് ടു ദ ടെമ്പസ്റ്റ് ആൻഡ് ദ നൈറ്റ്സ് പ്ലൂട്ടോണിയൻ ഷോർ. നീ എന്ത് ചെയ്യണ്ട, എൻ്റെ അടുത്ത് വന്ന് നീ എന്നെ ആശ്വസിപ്പിക്കണം, നീ തിരിച്ചു പോയിക്കോളൂ. എവിടേക്കാ പോകേണ്ടത്? ടു ദ ടെമ്പസ്റ്റ്, ആ കൊടുങ്കാറ്റും അതേപോലെ തന്നെ ആ ഒരു തീയും പുകയും ഒക്കെ ഉള്ള ആ പാതാളത്തേക്ക്. ഇവിടെ പ്ലൂട്ടോണിയൻ ഷോർ എന്നത് ഇറ്റ് റെപ്രസെന്റ്സ് ദ അണ്ടർ വേൾഡ്. പ്ലൂട്ടോ എന്നത് ഇറ്റ്സ് ഗോഡ് ഓഫ് അണ്ടർ വേൾഡ് ഓർ ഹെൽ. നരകത്തിന്റെ അല്ലെങ്കിൽ അണ്ടർ വേൾഡിന്റെ ദേവനാണ് പ്ലൂട്ടോ. സോ ആ പ്ലൂട്ടോണിയൻ ഷോറിലേക്ക്, അവിടെ എപ്പോഴും കൊടുങ്കാറ്റും തീയും പുകയും അങ്ങനെയുള്ള കലുഷിതമായ അന്തരീക്ഷമാണ്, നീ അവിടേക്ക് തിരിച്ചു പൊയ്ക്കോളൂ എന്ന് പറയുന്നു. ആൻഡ് ദ പോയറ്റ് ദെൻ ഗോ ബാക്ക് ടു ഹിസ് സോറോസ്. കവി ഇത് പറഞ്ഞിട്ട് ഈ പക്ഷിയോട് പറയുന്നു, നീ എൻ്റെ അടുത്ത് നിൽക്കണ്ട ഇനി, കാരണം ഞാൻ എന്ത് ചോദിച്ചാലും നീ നെവർ മോർ എന്നാണ് പറയുന്നത്. സോ യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. നീ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നു. അങ്ങനെ ആ പക്ഷിയോട് അതും പറഞ്ഞ് അദ്ദേഹത്തിന്റെ ദുഃഖത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു. അങ്ങനെയാണ് ഈ കവിത അവസാനിക്കുന്നത്. നമ്മൾ പറഞ്ഞു this is a Gothic narrative poem. Here we can see supernatural elements in this poem. അതിൽ supernatural elementലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് the speaking raven. Speaking raven എന്നത് ഇതിലെ സൂപ്പർ നാച്ചുറൽ എലമെന്റ് ആണ്. പിന്നീട് വി ക്യാൻ സി സിംബൽസ്, പല സിംബൽസും നമുക്ക് കാണാൻ സാധിക്കും. അതിലെ പ്രധാനപ്പെട്ട സിംബൽ റാവൻ തന്നെയാണ്. ആൻഡ് ദ റാവൻ റെപ്രസെന്റ്സ് ദ ഗ്രീഫ് ഓഫ് ദ പോയിന്റ്. പോയിന്റിന്റെ ആ ഒരു ദുഃഖമാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് എ ഇൻഡിക്കേറ്റർ ഓഫ് ഡെത്ത് ആൻഡ് ഈവിൾ. ഡെത്തിനെ സൂചിപ്പിക്കുന്നു, അതേപോലെ തന്നെ തിന്മയെ സൂചിപ്പിക്കുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് is a symbol of remembrance. It remember or it reminds of his lost lady love. തന്റെ നഷ്ട കാമുകിയെ അല്ലെങ്കിൽ മരിച്ചുപോയ കാമുകിയെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്, ആ ഒരു പ്രതീകമായിട്ടും റാവനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് സിംബൽ ഇസ് പല്ലാസ് അഥീന. നമ്മൾ പറഞ്ഞു ദ റാവൻ കെയിം ടു ദ റൂം ആൻഡ് ഇറ്റ് പെർച്ചസ് ഓൺ ദി ബേസ്റ്റ് ഓഫ് പല്ലാസ് അഥീന. പല്ലാസ് അഥീന എന്ന ദേവതയുടെ സ്റ്റാച്യൂവിലാണ് അത് ഇരിക്കുന്നത്. ആൻഡ് പല്ലാസ് അഥീന ഇസ് ദി ഗ്രീക്ക് ഗോഡസ് ഓഫ് വിസ്ഡം ആൻഡ് ഹിയർ ഇറ്റ് റെപ്രസെന്റ്സ് റാഷണൽ തിങ്കിങ്. റാഷണൽ തിങ്കിങ്ങിനെയാണ് ഇവിടെ പല്ലാസ് അഥീനയുടെ സ്റ്റാച്യു റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് ഇതിനകത്ത് മെയിൻ സിംബൽ. പിന്നീട് നമ്മൾ പറഞ്ഞു
സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ് പർപ്പിൾ കർട്ടൻ. പർപ്പിൾ കർട്ടൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ദി ഹീലിംഗ് വൂണ്ട് ഓഫ് ദ പോയിന്റ്. പിന്നീട് ക്ലോസ്ഡ് ചേംബർ, അതും ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ്. ഇറ്റ് റെപ്രസെന്റ്സ് ദ ഫിയർ ഓഫ് ദ പോയിന്റ് ടു ഇന്റർഫിയർ വിത്ത് ദ ഔട്ടർ വേൾഡ്. പുറലോകവുമായിട്ട് എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ കവിയുടെ ബുദ്ധിമുട്ടാണ് ആ ഒരു ക്ലോസ്ഡ് ചേംബർ കൊണ്ട് കാണിക്കുന്നത്. ഇതിൽ സാധാരണ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് സിംബൽസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദ പോം, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിംബൽസ്. പിന്നീട് റാവൻ എന്ന കവിതയുടെ പ്രത്യേകത എന്താണ്, വാട്ട് ആർ ദി പെക്യുലാരിറ്റീസ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ദ പോം റാവൻ. പിന്നീട് ചോദിക്കാവുന്നത് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. ഇത്രയുമാണ് ഈ കവിതയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.